जय केरलम, जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. केरळातील एंटे प्रिय पेट्टा सहोदरी विनीतमया नमस्कारम. मैं कल्पाती श्री विशालाक्षी समेत श्री विश्वनाथ स्वामी जी के चरणों में प्रणाम करता हूं. मैं देख रहा हूं इस बार केरलम में एक अलग ही माहौल है. केरलम बदलाव का संदेश दे रहा है. അങ്ങനെ കേരളം പിടിക്കാനായിട്ട് നരേന്ദ്രമോദിയും കളത്തിലിറങ്ങിയ ദിവസമാണ് ഇന്ന്. പാലക്കാട് ആദ്യത്തെ ചെണ്ട കൊട്ട് മുഴങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ NDAക്കാരോടോ BJPക്കാരോടോ ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഗംഭീരായോ? എന്തെല്ലാം ഗ്യാരണ്ടികളാണ് കേരളത്തിന് നരേന്ദ്രമോദി തന്നിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അദ്ദേഹം എപ്പോഴും മോദിയുടെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയുണ്ട്. മോദിയുടെ ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് എടുത്തു പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിജി. ഈ വടക്ക് നിന്ന് വരുന്ന നേതാക്കളൊക്കെ ഗ്യാരണ്ടിയുടെ ആൾക്കാരാണ്. അവർ ഗ്യാരണ്ടിയാണ്, പറഞ്ഞ ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണ് നമ്മുടെ നരേന്ദ്രമോദിജിയും. അദ്ദേഹം ഇതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കേരളത്തിൽ വന്നപ്പോഴേക്കും ഇതെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടോ ഈ മോദിയുടെ ഗ്യാരണ്ടിക്കൊന്നും ഒരു പുല്ലുവില കൊടുത്തതായി കണ്ടില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിയെ ഈ പലരും ചേർന്നുള്ള ഒരു ഉന്തിൽ രക്ഷപ്പെട്ട ഒരു രക്ഷപ്പെടൽ നമ്മൾ കണ്ടതാണെന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ളതൊന്നും കേരളത്തിൽ വെന്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ നിയമസഭയിൽ അവർ കേരളത്തിൻ്റെ ഭരണം പിടിക്കുന്നതാണ് പറയണത്. പക്ഷെ കേൾക്കണത് 2 or 3 സീറ്റ് കിട്ടിയാൽ തന്നെ മഹാഭാഗ്യമായി എന്നായി. അതിലൊന്ന് ഈ പാലക്കാടായിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ മേഡവും BJPക്കാരും കരുതുന്നത്. എന്തൊക്കെ ഗ്യാരണ്ടികളാണ് മോദി കേരളക്കാർക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇവിടെ വെച്ച് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ രാഹുൽ വന്നിട്ട് ഒരു 5 ഗ്യാരണ്ടി പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കഥ നമുക്കറിയാം. എങ്ങനെ അതൊക്കെ നടപ്പിലാക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിച്ചാലും മതി വരില്ല. അത്രമാത്രം ഗ്യാരണ്ടികളാണ് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ 1000 രൂപ മാസം കൊടുക്കുന്ന, അങ്ങനെ തുടങ്ങി ഒന്നും വേണ്ട. ആസ്പത്രിയിൽ രോഗം പോയി കിടന്നാൽ 25 ലക്ഷം രൂപ ഫ്രീ ഇൻഷുറൻസ്. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് മാവേലി നാട് വാണിയിടും കാലം എന്നുള്ള പോലെ ആക്കി കളയുന്നതാണ് പറയുന്നത്. അതെന്തോ ആകട്ടെ, അടുത്ത ഗ്യാരണ്ടിയായിട്ട് നരേന്ദ്രമോദിജിയും ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സഖാവ് ബാലേട്ടനോട് ചോദിച്ചാലേ പറയാമല്ലോ. ബാലേട്ടനോട് ചോദിച്ചു, ഇന്ന് മോദി കളത്തിലിറങ്ങിയല്ലോ, നിങ്ങൾക്ക് ഇതൊരു പരയാവുമല്ലോ, ഏതാണ്ട് ഒരു 10 സീറ്റെങ്ങാനും അവർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പൊക്കയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബാലേട്ടൻ പറഞ്ഞു, എന്താ അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത്? 2 കാര്യങ്ങളാണ്. കൽപ്പാത്തി ശിവക്ഷേത്രത്തെപ്പറ്റി, കാശിപ്പാതി കൽപ്പാത്തിയാണെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആള് എവിടെ ചെന്നാലും ഈ ഒരു ലോക്കലായൊരു വിഷയം എടുക്കും. തെക്കൻ കേരളത്തിൽ പോയ ശബരിമല എടുത്ത് ഒരു വീശും. അതുപോലെ ഇവിടെ കൽപ്പാത്തി, പാലക്കാട് വന്ന കൽപ്പാത്തിയെ പറ്റി പറയും. പിന്നെ പറയുന്നത് ഈ പാലക്കാട് കേരളത്തിൻ്റെ പ്രവേശന കവാടമാണോ? ഇത് രണ്ടും, ഈ കൽപ്പാത്തിയെ പറ്റിയും പാലക്കാട് പ്രവേശന കവാടമെന്നൊക്കെ മലയാളി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയതല്ലേ എൻ്റെ സുഹൃത്തെ എന്ന് അദ്ദേഹം തിരിച്ചു വെച്ചപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്ത് ഗ്യാരണ്ടിയാണോ ഈ മോദി ഇപ്പോൾ കേരളക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് വന്നിട്ട് നൽകിയത്? എന്ത് വാഗ്ദാനം നൽകിയത്? ഓൾറെഡി വന്ന ഒരു IITയെ പറ്റിയോ? എന്ത് വികസന അജണ്ടയാണ്? വികസിത കേരളം, വികസിത കേരളം എന്ന് ഇങ്ങനെ 10 സെൻറ്റൻസ് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു സെൻറ്റൻസ് വികസിത കേരളം, ഞങ്ങൾ വന്നാൽ വികസിത കേരളമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നത് ഒഴിച്ചാൽ എന്ത് ഗ്യാരണ്ടിയാണോ ഈ മോദി കേരളക്കാർക്ക് തന്നിരിക്കുന്നത്? വികസിത കേരളം, വികസിത കേരളം എന്നിങ്ങനെ വാക്കിൽ പറഞ്ഞാൽ മതിയോ? ഏതാണ്ട് 5 ലക്ഷം കോടി കടമുള്ള സംസ്ഥാനമാണ് കേരളം എന്നും പറയുന്നത് കേട്ടു. ഈ കേന്ദ്രത്തിൻ്റെ കടത്തിനെ പറ്റിയിട്ട് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ച് പോകില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കടത്തിൻ്റെ കണക്കും കൂടെ നാളെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയാൻ നിന്ന മോദി ഇവിടുന്ന് ഓടിപ്പോകില്ലേ എന്നും സഖാവ് എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും മറുത്തു പറഞ്ഞില്ല. എന്തായാലും ഈ കാണാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഒരു 10-12 ദിവസം ഏപ്രിൽ 9-ാം തീയതി എന്തായാലും
പെട്ടിയിലാകും. ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ആക്ഷേപിക്കുന്ന ഈ BJP പറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും BJPയെ നല്ല ഭയമുണ്ട്. ഇവർ ഈ മൊത്തമായിട്ട് വോട്ട് എവിടേക്കെങ്കിലും മറിക്കുമോ എന്നാണ് അവരുടെ ഭയം. ഏത് പക്ഷത്തേക്ക് മറിക്കും എന്നുള്ളത് ഇവർക്കൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. കാരണം അവർക്കൊരു 5 സീറ്റ് തൊട്ടിട്ട് 10 സീറ്റ് വരെയാണ് അവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നല്ല മത്സരം കാഴ്ചവെക്കും. അവിടെ ചിലപ്പോൾ പ്രവചനാതീതമാവും മത്സരം. ബാക്കി എല്ലാ സീറ്റുകളിലും അവർക്ക് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അവിടെയൊക്കെ ഇവർ ആർക്ക് വേണ്ടി വോട്ടുമറിക്കും എന്നുള്ളതാണ് ഇരു കൂട്ടരുടെയും ആകാംക്ഷ. കാരണം അതായിരിക്കും ഇവിടെ ഏത് മുന്നണി ഭരിക്കണം എന്നുള്ളതും നിശ്ചയിക്കപ്പെടുന്നത്. അത് BJP നിശ്ചയിക്കുന്ന പോലെ കാര്യങ്ങൾ മാറിമറിയും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ഡീൽ എന്ന് BJPയുമായി ഡീൽ എന്ന് പരസ്പരം ആരോപിക്കുന്നത്. അതെന്തിനാണ്? ന്യൂനപക്ഷങ്ങളെ ഈ ഒരു ഭയപ്പെടുത്തിയിട്ട് മുഴുവൻ വോട്ടും തങ്ങളുടെ പക്ഷത്താക്കാൻ UDFന്റെ കൗശലം. ഈ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ടെന്നാണ് സഖാവ് ബാലേട്ടൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചതും ഈ BJP അധികാരത്തിലേറ്റാൻ സഹായിച്ചതും കോൺഗ്രസ് ആണെന്നുള്ള സത്യം ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ബാലേട്ടൻ്റെ സങ്കടം. അതെന്തുമാകട്ടെ, അപ്പോൾ കേവലം 10ഓളം ദിവസങ്ങൾ മാത്രമാണ് ഇനി പ്രചരണത്തിനായി ബാക്കിയുള്ളത്. അപ്പോൾ ദേശീയ നേതാക്കൾ ഇന്ന് മോദി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഒന്നാകെ അടുത്ത ദിവസങ്ങളിൽ രംഗത്തിറങ്ങും. ഇടതുപക്ഷത്തിൻ്റെ MA ബേബി തുടങ്ങിയവരൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട്. എല്ലാം കൂടെ ഒരു 10 ദിവസം ആ പ്രചരണം കൊടുമ്പിരി കൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ, വികസന സ്വപ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. ഈ 3 മുന്നണികളും ഡീൽ പോലെയുള്ള ചില വിഷയങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് അതിന് ചുറ്റും ഈ ജനസമൂഹത്തെ കറക്കും എന്നുള്ളതാണ് സത്യം. ശബരിമല പോലെയുള്ള അതിവൈകാരികമായ വിശ്വാസ പ്രമാണങ്ങളും ചിലരൊക്കെ കുത്തിപ്പൊക്കിയേക്കാം. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതല്ലാതെ ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഈ തമാശകളൊക്കെ നമുക്ക് ഇനിയും കാണേണ്ടി വരും. ഇത്തരം തമാശകൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.